ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് മൈദയും മുട്ടയും വെച്ചിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇത് കറി ഇല്ലാതൊക്കെ നമ്മൾക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമ്മൾക്കിത് കൊടുത്തേക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദമാവാണ് എടുക്കുന്നത്. മൈദമാവും ഗോതമ്പ് മാവും ഒക്കെ വെച്ചിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കാം. അതാ ഞാൻ ഒരു ഗ്ലാസ് മൈദമാവാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. രാവിലെ ഇനി നമ്മൾക്ക് എന്ത് ഉണ്ടാക്കും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു 1/4 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ട ഇല്ലാതെ ഒന്ന് നല്ല പോലെ നമ്മൾക്കൊന്ന് മിക്സാക്കി എടുക്കണം. കട്ട മൈദമാവ് എങ്ങനെയായാലും കട്ട ഉണ്ടാവില്ല. അപ്പോൾ ആ കട്ടൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കട്ടൊന്നും ഇല്ലാതെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ആവശ്യത്തിനുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ മൈദ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം അതിനനുസരിച്ച് കൂട്ടി എടുത്താൽ മതി. ഇത് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണിത്. മൈദപ്പൊടിയും പഞ്ചസാരയും ഉപ്പൊക്കെ കൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മൈദമാവ് നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാവ് അതിൽ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിനാണ്, നല്ലൊരു കളർ കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ 1 ഗ്ലാസ് മാവ് എടുത്തതുകൊണ്ടാണ് ഒരു മുട്ട എടുക്കുന്നത്. അതിൽ കൂടുതൽ മാവ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 2 മുട്ട 3 മുട്ട ഒക്കെ എടുക്കാം. നമ്മൾക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ല പോലെ നമ്മൾ മൈദമാവിൽ മിക്സ് ആവട്ടെ. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവാണ് നമ്മൾക്ക് ആകേണ്ടത്. ഈ ഒരു പാകത്തിൽ നമ്മൾക്കത് കലക്കിയെടുക്കണം. പിന്നെ നമ്മൾക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാന് ചൂടായതിന് ശേഷം നമ്മൾക്ക് പാനിലേക്ക് ഒരു 2 തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നമ്മൾക്ക് നെയ്യോ വെളിച്ചെണ്ണ നമ്മൾക്ക് എന്താണ് ഇഷ്ടം അതൊന്ന് അതിൻ്റെ മീതെ ഒന്നിങ്ങനെ തടവി കൊടുക്കാം. എന്നിട്ട് പിന്നെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾക്കത് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് അങ്ങനെ നല്ല ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഞാനിതൊരു 3-4 തവണ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടോ നല്ല പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല പൊങ്ങി അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ഇപ്പം തന്നെ ഒന്ന് കൊടുക്കണം. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണെന്ന് മാത്രം. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റ്. നമ്മളെ മുട്ടയും മൈദയും വെച്ചിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഞാനിതാ ഒരു 3-4 തവണ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കളറും നല്ലൊരു യെല്ലോ കളറും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതല്ലേ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ദോശയും അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ അപ്പവും ഞാനങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മളുണ്ടല്ലോ രാവിലെ എണീറ്റിട്ട് ഇനിയിപ്പോൾ എന്താണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുമല്ലോ. ഒരു മടി പിടിച്ച ദിവസങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ് കേട്ടോ, ഒരു അപ്പമാണ് ഇത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. കറിയൊന്നും വേണമെന്നില്ല. കറി കൂട്ടിയിട്ട് മീൻ കറിയും ബീഫ് കറിയും ചിക്കൻ കറിയും സാമ്പാറും എല്ലാ കറിയും കൂട്ടിയിട്ട് നമ്മൾക്കിത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. കറി ഇല്ലാതെയും കഴിക്കാതെ അടിപൊളിയാണ്.
ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. പെട്ടെന്ന് നമ്മൾക്ക് നമ്മളെ കുബൂസൊക്കെ കഴിക്കുന്ന ആ ഒരു നല്ലൊരു പഞ്ഞി പോലെ ഉണ്ടായിരുന്ന ഈ ഒരു അപ്പം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുമാണ്. നല്ല ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയണില്ലേ, നല്ലൊരു സ്പോഞ്ചായിട്ട് നല്ല കുബൂസിൻ്റെ അതേ ഒരു ടെക്സ്ചറൊക്കെയാണ് ഇത്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്